പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഈ ദിവ്യബലി യോഗ്യതയോടെ അർപ്പിക്കുന്നതിന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിച്ചാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിന്റെ കന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീതിമാന്മാരുടെ അമൂല്യമായ സഹനം അങ്ങേ സ്നേഹത്തീട്ടെന്ന് ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും വിശുദ്ധമായ വിശ്വാസത്തിൻ്റെ സ്ഥിരത ഞങ്ങളുടെ ഹൃദയങ്ങളെ എപ്പോഴും ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മനുഷ്യപുത്ര, ധിക്കാരികളുടെ ഭവനത്തിലാണ് നീ വസിക്കുന്നത്. അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല. എന്തെന്നാൽ അവർ ധിക്കാരികളുടെ ഭവനമാണ്. മനുഷ്യപുത്ര, പ്രവാസത്തിന് വേണ്ട പണ്ടം തയ്യാറാക്കി പകൽ സമയം അവർ കാണുക തന്നെ പുറപ്പെടുക. പ്രവാസിയെപ്പോലെ സ്വന്തം സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അവർ നോക്കി നിൽക്കെ തന്നെ നീ പോകണം. ധിക്കാരികളുടെ ഭവനമാണെങ്കിലും ഒരുപക്ഷെ അവർ കാര്യം മനസ്സിലാക്കിയേക്കാം. നിന്റെ പണ്ടം പ്രവാസത്തിനുള്ള പണ്ടം എന്ന പോലെ പകൽ സമയം അവർ കാണുകയും നീ പുറത്തേക്ക് കൊണ്ടുവരണം. പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ സായംകാലത്ത് അവർ നോക്കി നിൽക്കെ പുറപ്പെടണം. അവർ കാണുകെ ഭിത്തിയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ കടന്നു പോകണം. അവർ നോക്കി നിൽക്കെ തന്നെ നിന്റെ പണ്ടം തോളിലേറ്റി ഇരുട്ടത്ത് പുറത്തു കിടക്കുക. നിലം കാണാതിരിക്കാൻ നീ മുഖം മൂടിയിരിക്കണം. എന്തെന്നാൽ നിന്നെ ഞാൻ ഇസ്രായേൽ ഭവനത്തിന് ഒരു അടയാളമാക്കിയിരിക്കുന്നു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു. പ്രവാസത്തിനുള്ള പണ്ടം എന്ന പോലെ എൻ്റെ പണ്ടം പകൽ സമയത്ത് ഞാൻ പുറത്തു കൊണ്ടുവന്നു. സായംകാലത്ത് എൻ്റെ കൈ കൊണ്ട് തന്നെ ഭിത്തി തീർന്ന് പണ്ടം തോളിലേറ്റി അവർ കാണുക തന്നെ ഇരുട്ടത്ത് ഞാൻ പുറപ്പെട്ടു. പ്രഭാതത്തിൽ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം ധിക്കാരികളുടെ ആ ഭവനം നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ? നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ അരുളപ്പാട് ജെറുസലേമിലെ രാജാവിനെയും
അവിടെയുള്ള ഇസ്രായേൽ ഭവനം മുഴുവനെയും കുറിച്ചുള്ളതാണ്. നീ അവർക്ക് ഒരടയാളമാണ്. നീ ഈ ചെയ്തതുപോലെ അവർക്കും സംഭവിക്കും. പ്രവാസത്തിനും അടിമത്തത്തിനും അവർ വിധേയരാകും എന്ന് അവരോട് പറയുക. അവരുടെ രാജാവ് തൻ്റെ പണ്ടം തോളിലേറ്റി ഇരുട്ടത്ത് പുറപ്പെടും. അവൻ ഭിത്തി തുരന്ന് അതിലൂടെ കടന്നു പോകും. നിലം കാണാതിരിക്കാൻ അവൻ മുഖം മറിച്ചിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. ഇസ്രായേൽക്കാർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിക്കുകയും അവിടുത്തോട് മത്സരിക്കുകയും ചെയ്തു. അവർ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദൈവത്തിൽ നിന്ന് അകന്ന് അവിശുദ്ധമായി പെരുമാറി. ഞാൻ അയന വീലുപോലെ വഴുതി മാറി. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. അവർ തങ്ങളുടെ പൂജാഗിരികളാൽ അവിടുത്തെ പ്രകോപിച്ചു. തങ്ങളുടെ വിഗ്രഹങ്ങളാൽ അവിടുത്തെ അസ്വസ്ഥമാക്കി. ദൈവം ഇത് കേട്ട് ക്രോധനായി അവിടുന്ന് ഇസ്രായേലിനെ പരിപൂർണമായി പരിത്യജിച്ചു. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. അവിടുന്ന് തൻ്റെ ശക്തിയെ അടിമത്തത്തിനും മഹത്വത്തെ ശത്രുവിൻ്റെ കരത്തിനും ഏൽപ്പിച്ചു കൊടുത്തു. അവിടുന്ന് തൻ്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു. തൻ്റെ അവകാശത്തിന്മേൽ ക്രോധം ചൊരിഞ്ഞു. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടി. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. പത്രോസ് മുന്നോട്ട് വന്ന് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം. യേശു അരുളി ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കുവാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടുവാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി. അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസഹോദരൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം.
എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗൃഹത്തിലിട്ടു. സംഭവിച്ചതറിഞ്ഞ് മറ്റ് സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗൃഹ അധികാരിക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോട് ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലി വിട്ട് ജോർദാൻ അക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. കർത്താവിൻ്റെ സുവിശേഷം. ഇന്നത്തെ കാലത്ത് ഇൻഷുറൻസ് എടുക്കുക സർവ്വസാധാരണമാണ്. നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാനായിട്ട് ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ മരണശേഷം നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും ഇൻഷുറൻസ് എടുക്കാറുണ്ട്. സ്വർഗം കരസ്ഥമാക്കുവാനായിട്ട് ഒരു ഇൻഷുറൻസ് ഉണ്ട്. അതാണ് ക്ഷമയുടെ ഇൻഷുറൻസ്. നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുക. അതാണ് ആ പോളിസിയുടെ തുക. തീർച്ചയായിട്ടും സ്വർഗരാജ്യം കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിക്കും. സഹോദരനോട് ക്ഷമിക്കുക. അതിന് ദൈവത്തിൻ്റെ ക്ഷമ നമ്മൾ അനുഭവിക്കണം. പ്രതിവചന സങ്കീർത്തനത്തിൽ പറഞ്ഞു, കർത്താവിൻ്റെ പ്രവർത്തികൾ നിങ്ങൾ വിസ്മരിക്കരുത്. ദൈവം നമ്മോട് ക്ഷമിച്ച കാര്യങ്ങൾ, ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ എപ്പോഴും അനുസ്മരിക്കുകയാണെങ്കിൽ നമ്മുടെ സഹോദരനോട് ക്ഷമിക്കുവാൻ എളുപ്പമായിരിക്കും. അതാണ് കർത്താവ് ഈ സുവിശേഷത്തിൽ നമുക്ക് തന്ന സന്ദേശം. നമ്മൾ ക്ഷമിക്കാതിരിക്കുന്ന പ്രധാന കാരണം, എന്തെങ്കിലും നമ്മുടെ സഹോദരൻ നമ്മളോട് ചെയ്യുമ്പോൾ നമ്മൾ സഹോദരനിലേക്കാണ് നോക്കുന്നത്, അവൻ്റെ തെറ്റിലേക്കാണ് നോക്കുന്നത്. അങ്ങനെ മറ്റുള്ള നമ്മളോട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവത്തെങ്കിലേക്ക് നോക്കുക, ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ച നിമിഷങ്ങളിലേക്ക് നോക്കുക. ആ സഹോദരനോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കും. അതുതന്നെയാണ് സ്വർഗം കരസ്ഥമാക്കുവാനുള്ള ഇൻഷുറൻസ് പോളിസിയുടെ തുക. നമ്മുടെ ഈ ലോക ജീവിതം സുരക്ഷിതമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഈ സ്വർഗരാജ്യവും സുരക്ഷിതമാക്കുവാൻ ഈ ഇൻഷുറൻസ് പോളിസിയും ഈ ക്ഷമയുടെ പോളിസിയും എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പ്രീതികരമാക്കുവാൻ പരിശ്രമിക്കാം. Oh
എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മുടെയും അടുത്ത തിരുസഭയുടെ നന്മയ്ക്കുമായി അനേകരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവിനേക്ക് സമർപ്പിക്കുവാനായി അങ്ങ് കാരുണ്യപൂർവ്വം നൽകുകയും അങ്ങേ ശക്തിയാൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യമായി മാറ്റുകയും ചെയ്യുന്ന അങ്ങേ സഭയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ സംപ്രീതിയോടെ സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണെന്ന്. അങ്ങേ പ്രിയപുത്രൻ വഴി അങ്ങ് മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന പോലെ ഏറ്റവും കാരുണ്യവാനായ ഉദ്ധാരകനുമാണ്. ആകയാൽ സർവസൃഷ്ടിജാലങ്ങളും യഥായോഗ്യം അങ്ങേക്ക് സേവനമനുഷ്ഠിക്കുകയും വീണ്ടെടുക്കപ്പെട്ട സകലതും സമുചിതമായി വാഴ്ത്തുകയും അങ്ങേ വിശുദ്ധർ ഓരോ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഞങ്ങൾ സകല മാലാഖമാരോടുകൂടി ആഹ്ലാദ പുരസ്സരം നിരന്തരം അങ്ങേ വാഴ്ത്തി സ്തുതിച്ച് പ്രകീർത്തിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമരസാല പീഡകൾ സഹിച്ച് അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചതിന് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ
ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പിനെ അറിയിച്ചു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനെ നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് സഭയോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്ത് പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസർ ഫ്രാൻസിസ് ഫെർണാണ്ടസ്, PJ സിസാരിയസ്, ജോണി ഗോമസ്, ട്രീസ വാസ്, റോസ തോമസ്, ബെർണാഡ് ഗ്ലാൻസി, റോസി ജോർജ്, ജോസി റോച്ച്, റിറോണി തോമസ്, PT ജോസഫ്, റോസമ്മ ഐറ്റ്, ഫ്ലാവിയ റോബർട്ട്സ്, വർഗീസ് കുണ്ടോണി, സിസിലി, പണിക്കിർത്തറ വർഗീസ് മേരി, വെണമ ജോസഫ്, അതുപോലെ ശുദ്ധിയുടെ സ്ഥലത്തിൽ എല്ലാ ആത്മാക്കളെയും ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തെ ഒന്നായിത്തീർന്നവരെയും അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. വിയർപ്പിൻ്റെ പ്രത്യാശുദ്ധികൾ ഞങ്ങളെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മടൻ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കനിയയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളെ പ്രസാദിപ്പിച്ച സർവ്വവിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടിയ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം അങ്ങയുടെ സഭയുടെ വിശ്വാസം തൃക്കൺ പാർന്നു അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയുമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ.
ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിൽ ക്ഷയിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഈ വരുന്ന ശനിയാഴ്ച 15-ാം തീയതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനവും സ്വർഗാരോഹണ തിരുനാളുമാണ്. കടമുള്ള ദിവസമായതിനാൽ വിശുദ്ധ കുർബാന രാവിലെ 7:30 ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഉൾക്കൊണ്ട് അങ്ങേ കുദാശയുടെ സ്വീകരണം ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങേ സത്യത്തിൻ്റെ പ്രകാശത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. Miri mano
തിരുസഭയെ കാത്തുരക്ഷിക്കമ്മേ. തിരുസഭയെ കാത്തുരക്ഷിക്കുന്ന ഞങ്ങളുടെ സഹായമേ. ഞങ്ങളുടെ സഹായമേ. വിശ്വാസത്തിലും നിർമ്മലതയിലും ജീവിക്കുന്നതിനും അങ്ങേ തിരുകുമാരന്റെ കുരിശ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹം നിറഞ്ഞ അമ്മേ, രോഗപീഠകളിലും ആപത്തുകളിലും തിന്മയുടെ ശക്തിയിലും ആധ്യാത്മിക ശത്രുക്കളുടെ പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് സമീപസ്ഥയായിരുന്ന അങ്ങേ തിരുകുമാരന്റെ മക്കൾ അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് നിരീക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ നിരീക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ രാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. അങ്ങേ പകർന്നുകൊണ്ടിരിക്കുന്നു. കടലിന്റെ താഴ്വരയിൽ നിന്ന് കരഞ്ഞ് അങ്ങേ പകർ ഞങ്ങൾ നടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളെ നേരിട്ടിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹപരമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും ആദിരമറിയമേ. ആമേൻ. ഞങ്ങളുടെ മാതാവും സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങളെല്ലാവരും അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുൾ ചെയ്തുകൊണ്ടും മനുഷ്യരുടെ ആത്മീയ ഭോജനമായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ടും അങ്ങേ മുൻപാകെ സക്രാരി എഴുന്നേൽക്കുന്ന ദിവികാണ്യനാഥ, ഈ സ്നേഹത്തിന്റെ കുദാശയെ സ്വീകരിക്കുന്നതിനും സന്ദർശിക്കുന്ന ആഗ്രഹം ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. യുവതി യുവാക്കൾ തങ്ങളുടെ നിർമ്മല ധർമ്മകരം പാലിക്കുവാൻ ദൈവവിശുദ്ധം ഈ കുദാശയിൽ കണ്ടെത്തട്ടെ. സ്നേഹനാഥ, ഈ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മത്സരമാതാവും ഞങ്ങളുടെ സഹായിയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങൾക്ക് തന്നരണമേ. ആമേൻ. സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടി പരിശുദ്ധ തട്ടാഴത്തമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ തട്ടാഴത്തമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവായ മറിയമേ, തിരുസഭയുടെ തലവനും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാപ്പയും ഞങ്ങളുടെ അതിരൂപദക്ഷനായ ജോസഫ് പിതാവിനെയും മറ്റെല്ലാ ആത്മീയ നേതാക്കളെയും കാത്തു പരിപാലിക്കുകയും അവർക്ക് ആവശ്യമായ വിവേകവും വിജ്ഞാനവും നൽകി സഭയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത്
ലോകത്തിൽ സ്നേഹവും സമാധാനവും സ്ഥാപിക്കുന്നവര് അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അശ്വരുടെ ആത്മമായി മറിമേ, ദാരിദ്ര്യ ക്ലേശം അനുഭവിക്കുന്നതിനുമായി ദൈവം നൽകിയ സമ്പത്ത് പങ്കുവയ്ക്കുന്നതിനുള്ള സന്മനസ് രാഷ്ട്രങ്ങൾക്കും വ്യക്തികൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജ്ഞിയായി മറിമേ, എല്ലാ യുവതിയാക്കളെയും അങ്ങയുടെ സംരക്ഷണയിൽ കാത്തുകൊള്ളണമേ. മയക്കുമരുന്ന് മുതലായ ക്ഷണികമായ സ്വസന്തോഷങ്ങളുടെ മായാവലയത്തിൽപ്പെട്ടുള്ളാതി സുഗതപാതയിലൂടെ നയിക്കപ്പെടട്ടെ. ധാരാളം വൈദിക സന്യാസ ദൈവങ്ങൾ നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാന രാജ്ഞിയായ മറിമേ, ലോകത്തിൽ സമാധാനമില്ലാതെ കഴിയുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും അങ്ങേ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാൻ ലോകത്ത് സ്ഥാപിച്ച സമാധാനം എല്ലാവരുടെ ഹൃദയങ്ങളിൽ വർഷിക്കപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വ്യാകുലമടിച്ച മാതാവേ, ശാരീരികവും മാനസികമായ രോഗങ്ങൾ ക്ലേശിക്കുന്ന എല്ലാവർക്കും ആരോഗ്യദായക തിരുക്കുമാന്റെ ദിവ്യ സ്പർശം ലഭിക്കുവാൻ ഇടയാക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും അനുഗതിയായ ഞങ്ങളുടെ സഹായമേ, പാപികളായ മക്കളെ രക്ഷിക്കണമേ. അങ്ങേ പക്കൽ അവയെ തേടുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്നും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നിത്യം അങ്ങ് തുണയായിരിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു. പരിശുദ്ധ അമ്മേ, അനവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേ മാതൃസഹജമായ കാരണത്താലും യോഗ്യതകളാലും ഒരു എളിയ വ്യാപിയായ ഞാൻ എന്റെ മുഴുവതയത്തോടെ ആചരിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചു തരണമെന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകൾ അങ്ങനെ ജയിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ ജയിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങളുടെ മാതാവും സഹായമായി മറിയമേ, നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകൾ എങ്ങനെ ജയിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ ജയിക്കപ്പെട്ടവനാവുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ മാതാവി, അവിടുത്തെ സംരക്ഷണം ലഭിക്കുന്നതിനായി ഞങ്ങൾ അണയുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ അപേക്ഷകൾ നിരസിക്കാതെ പ്രഭാവതിയും ഭാഗ്യവതിയുമായി നീങ്ങുകയും അങ്ങ് ഞങ്ങളെല്ലാ അപകടങ്ങളും എപ്പോഴും കാത്തു രക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, പരിശുദ്ധാരൂപയുടെ സഹകരണത്തോടെ
നിത്യകനിയും മാതാവുമായ വനത്തിൻ്റെ ശരീരവും ആത്മാവും അവിടുത്തെ പുത്രൻ്റെ അധിവാസത്തിന് യോഗ്യമാക്കിയല്ലോ. ഈ അമ്മയുടെ സ്മരണ സന്തോഷത്തിൽ ഞങ്ങൾ അമ്മയുടെ മധ്യസ്ഥതയാൽ ഇപ്പോഴുള്ള അപകടങ്ങളിൽ നിന്നും നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ.